ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഒരു മിഡ് സൈസ് SUV. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുകൂടാതെ 7 സീറ്ററാണ്, പിന്നെ എല്ലാവിധ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിയും ഉണ്ട്. ഇറ്റ്സ് നൺ അതർ ദാൻ മിറ്റ്സുബിഷി പെജേറോ സ്പോർട്ട്. മിറ്റ്സുബിഷിയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ പെജേറോ 2022 നിർത്തി. അതിനുശേഷം ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന മിറ്റ്സുബിഷിയുടെ ഒരു മോഡലാണ് പെജേറോ സ്പോർട്ട്, മോണ്ടേറോ സ്പോർട്ട്, പല രാജ്യങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്നത് മിറ്റ്സുബിഷി ഷോഗൺ സ്പോർട്ട്. വണ്ടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 7 സീറ്ററാണ്. ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി എല്ലാം ഉണ്ട്, പ്ലസ് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. അതുകൂടാതെ കംഫേർട്ടിന്, നമുക്ക് ഡ്രൈവിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും ഒക്കെ കൂടിയിട്ടുള്ളൊരു വണ്ടിയാണ്. വണ്ടി 2019 ഫേസ് ലിഫ്റ്റോട് കൂടി ഇറങ്ങിയതാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ട്. അവൻ യൂസ് ചെയ്ത് നല്ല റിവ്യൂ ഒക്കെ കേട്ട്, അതുകൂടാതെ ഞാനും യൂസ് ചെയ്ത് നല്ലതെന്ന് തോന്നിയപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇതിന് തന്നെ പ്രൈം എഡിഷൻ ഉണ്ട്, ബ്ലാക്ക് എഡിഷൻ, GLS, GLX, അതേപോലെ സിഗ്നേച്ചർ എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് GLS വേരിയൻ്റ് ആണ്. ഈ വണ്ടി 3rd ജനറേഷനാണ്. 4th ജനറേഷൻ 2025 ഇറങ്ങുന്നു പറയുന്നുണ്ട്. ജാപ്പനീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. വണ്ടീൻ്റെ ഈച്ച് ആൻഡ് എവരി പോയിൻറ്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ക്വിക്കായിട്ട് പറയുന്നതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ഷോർട്ടാക്കി ചെയ്തിരിക്കുന്നത്. വണ്ടീൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ഫീച്ചേഴ്സ്, അതായത് ഒരു പിശുക്കും കാണിക്കാതെ ഒരുപാട് ഫീച്ചേഴ്സ് തന്നിട്ടുള്ള ഒരു വണ്ടി. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ടൊയോട്ട ഫോർച്യൂണർ, അതേപോലെ നമ്മൾ കിയയുടെ സൊറാൻറ്റോ അല്ലെങ്കിൽ ഫോർഡിൻ്റെ എവറസ്റ്റ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 50,000 ദിറത്തിൻ്റെ വരെ ഡിഫറൻസ് ഉണ്ട്. പ്രൈസിലുള്ള ഡിഫറൻസും പിന്നെ ഫീച്ചേഴ്സ് എക്സ്ട്രാ ആയിട്ട് കുറേ ഫീച്ചേഴ്സും ഉണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞത്. വണ്ടിക്ക് 150,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പായിട്ടുള്ള വേരിയൻറ്റിന് പോകുമ്പോൾ 140,000 ആവുള്ളൂ. സോ ഇനി വണ്ടീൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മിറ്റ്സുബിഷിയുടെ തന്നെ L200 എന്ന് പറഞ്ഞൊരു പിക്കപ്പിൻ്റെ ബേസ്ഡായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതേ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അതിന് ട്രൈത്തോൺ എന്നൊക്കെയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്നത്. നമ്മളെ UAE-ലൊക്കെ L200 എന്ന് അറിയപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ബോഡി ഓൺ ഫ്രെയിമിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മിറ്റ്സുബിഷി മോട്ടോ റീഇൻഫോഴ്സ്ഡ് ഇമ്പാക്ട് സേഫ്റ്റി എവല്യൂഷൻ ബോഡി എന്ന് അവർ വിശേഷിപ്പിക്കുന്നതിന്. ബോഡി ലൈറ്റ് വെയ്റ്റും ആണ്, അതുകൂടാതെ റിജിഡും ആണ്. 218 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, അതുകൂടാതെ ഒരു അലൂമിനിയം സ്റ്റെപ്പൊക്കെ ഫസ്റ്റ് ശ്രദ്ധയിൽപ്പെടുക. പിന്നെ 6 സ്പോക്ക് അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഡയമണ്ട് കട്ട് അലോയ് ആണ്. ഇതിൻ്റെ ബ്ലാക്ക് എഡിഷനിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് അലോയ് വീലാണ്. 6 സ്പോക്ക് വീലിൻ്റെ നടുക്കായിട്ട് മിറ്റ്സുബിഷിയുടെ ഒരു ലോഗോ കാണാം. പിന്നെ 2 ഡോറിലും ക്രോമിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് മിററിലും ക്രോമിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഡൈനാമിക് ഷീൽഡ് ഡിസൈൻ എന്ന് പറയുന്ന മിറ്റ്സുബിഷിയുടെ ഒരു ഡിസൈനാണ്. അതിൻ്റെ താഴെ ഒരു ഹണി കോമിൻ്റെ ഗ്രില്ല്, അതേപോലെ മിറ്റ്സുബിഷിയുടെ ലോഗോ വലുതായിട്ട് കാണാം. ആ മിറ്റ്സുബിഷിയുടെ ലോഗോൻ്റെ പുറകിലായിട്ട് റഡാർ കൊടുത്തിട്ടുണ്ട്, ADAS ഫീച്ചേഴ്സിൻ്റെ ഒക്കെ. പിന്നെ 2 ഹെഡ്ലൈറ്റിലും വാഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം LED ആണ്. ടേൺ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്, പിന്നെ ഫോഗ് ലാമ്പ്, കോർണറിങ് ലാമ്പ്, പിന്നെ ഒരു DRL, അതേപോലെ തന്നെ റിയർ ലൈറ്റും ഒക്കെ LED-ലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് വേറൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതേപോലെ എല്ലാ ബമ്പറിനും ഒരു ചെറിയൊരു ഗാർണിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പില്ലേഴ്സൊക്കെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറകിലും ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീഫോഗർ ഉണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിന ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയർ വൈപ്പർ ഉണ്ട്. സെൻസേഴ്സ് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്, ADASൻ്റെ സെൻസേഴ്സ്. അതുകൂടാതെ ഇത് റിയർ സെൻസേഴ്സാണ്, പാർക്കിംഗ് സെൻസേഴ്സ്. പിന്നെ ടിയർ ഡ്രോപ്പ് ഡിസൈൻ ആയിട്ടുള്ളൊരു ടെയിൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ഫ്യൂൽ ഫില്ലിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പാസഞ്ചർ സീറ്റിലേക്ക് വരുമ്പോൾ 60:40 റേഷ്യോയിൽ ബെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സീറ്റാണ്. അത് ഫുള്ളി ഫ്ലഷ് ആയിട്ട് ബോഡിയിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ സുഖമാണ്. പിന്നെ എല്ലാവിടെയും ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. റൂഫിലും AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 USB പോർട്ട് പ്ലസ് AC പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചുരുക്കം ചില വണ്ടികളിലേ ഉള്ളൂ. ഈ AC പോർട്ട് ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. സെക്കൻഡ് റോല് ടോപ്പിലേക്ക് വരുമ്പോൾ AC-ൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റൊക്കെ ക്വൈറ്റ് കോമൺ എല്ലാ വണ്ടിയിലുള്ളത്. അതേപോലെ ഡോറ് ഓപ്പൺ ആകുമ്പോഴുള്ള ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ സ്വിച്ചൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വരാം. ഡ്രൈവർ സീറ്റിൽ വരുമ്പോൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്ത് ഒരു 4 സ്പോക്കോട് കൂടി ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഒരുവിധം എല്ലാ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ലൈക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, കോൾ അറ്റൻഡ് ചെയ്യാനുള്ളത്, പിന്നെ ADAS ഫീച്ചേഴ്സിൻ്റെ ബട്ടൺസ്, അത്രയൊക്കെയാണ് ഈ സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലുതായിട്ട് അതിൽ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലുമ്പോൾ തന്നെ. ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് ആയാലും ഒരു SUV-ൽ ഇതൊന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. സോ അതാണ് മിറ്റ്സുബിഷി. പിന്നെ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ കൺസോളൊക്കെ നല്ല പിയാനോ ഫിനിഷിങ്ങോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. 2 ക്ലസ്റ്ററും ഫ്രണ്ടിലുള്ളതായാലും സെൻട്രൽ കൺസോളായാലും സെൻട്രൽ കൺസോളിലുള്ള ഡിസ്പ്ലേ ആയാലും 2 8 ഇഞ്ച് ഫുള്ളി ഡിജിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ കാർ പ്ലേ കൂടാതെ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ബിൽറ്റിനാണ്. അതുകൂടാതെ മാപ്പും കാണാൻ പറ്റും.
അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് സൺറൂഫ് ഓൾറെഡി ഉണ്ട്, ചെറിയൊരു സൺറൂഫാണ് എങ്കിലും അതുണ്ട്. പിന്നെ അതിനൊരു ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് പുഷ് സ്റ്റാർട്ട് ബട്ടൺ, അതുകൂടാതെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ പിയാനോ ഫിനിഷിങ്ങിൻ്റെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളോട് കൂടി ഒരു ചെറിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ചെറിയൊരു ഗ്ലൗ ബോക്സ്, എല്ലാവരുടെയും ഒരു ചെറിയൊരു ഗാർണിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 7 എയർ ബാഗ് SRS ആണ്, സപ്ലിമെൻ്ററി റിസ്ട്രെയിൻ സിസ്റ്റം. പിന്നെ സെൻട്രൽ മിററിലേക്ക് വരുമ്പോൾ അത് ഓട്ടോ ഡിമ്മിങ് ഫീച്ചറോട് കൂടിയിട്ടുള്ളതാണ്. സീറ്റിലേക്ക് വരുമ്പോൾ സീറ്റ് 3-way അഡ്ജസ്റ്റബിൾ ആണ്, സ്റ്റിയറിങ്ങിൻ്റെ ടിൽറ്റബിൾ ആയിട്ടുള്ള ഇതിൻ്റെ ബട്ടണാണ് അത്. ഇത്രയൊക്കെയാണ് കോക്പിറ്റ് വ്യൂ. കോ ഡ്രൈവർ സീറ്റും ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ്, അതിലും 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരാം. റിയറിൽ ടെയിൽ ഗേറ്റ് കിക്ക് മോഷനോട് കൂടിയ ഒബ്ജക്റ്റ് കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം ഒക്കെ കൂടിയ ഒരു ടെയിൽ ഗേറ്റ് ആണ്. ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇൻ്റർമീഡിയറ്റ് പൊസിഷനിലൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും, ഇൻ കേസ് തല തട്ടുക അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ. സോ അങ്ങനത്തെ ഒരു ടെയിൽ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിലേക്ക് വരുമ്പോൾ റിയർ സീറ്റും ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ 2 സൈഡിലും കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പവർ സോക്കറ്റ് റിയറിൽ കൊടുത്തിട്ടുണ്ട്, ഇൻ കേസ് ഒരു ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ. ഈ റിയർ സീറ്റും 60:40 റേഷ്യോയിലാണ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയർ സീറ്റിൻ്റെ ടോപ്പിലായിട്ടും നമുക്കൊരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ സീറ്റും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 500 ലിറ്ററാണ് കപ്പാസിറ്റി പറയുന്നത്. ഇനി ബാക്കിലത്തെ എല്ലാ സീറ്റും ഡ്രൈവറും കോ പാസഞ്ചർ സീറ്റ് ഒഴികെയുള്ള എല്ലാം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1400 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇവർ പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് വണ്ടീൻ്റെ ഉള്ളിലുള്ള വ്യൂ. ഇനി ഈ വണ്ടിയിലുള്ള ഫീച്ചേഴ്സൊക്കെ ഒരു ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു തരാം. ഒന്ന് മൂവിങ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റും ഹിൽ ഡിസൈൻ കൺട്രോളും ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, ഫോർവേഡ് കൊളീഷൻ മിറ്റിഗേഷൻ സിസ്റ്റം, മിസ് ആക്സലറേഷൻ മിറ്റിഗേഷൻ സിസ്റ്റം, ABS വിത്ത് EBD, ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് ഉണ്ട്, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് സിസ്റ്റം ഉണ്ട്, ടയർ പ്രഷർ മോണിറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടി അറൗണ്ട് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ വേറെ സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ ലൈൻ ചേഞ്ച് അസിസ്റ്റ് ഉണ്ട്. ഓഫ് റോഡിലേക്ക് വരുമ്പോൾ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറഞ്ഞു, 218 mm ഗ്രൗണ്ട് ക്ലിയറൻസ്. കൂടാതെ റിയർ ഡിഫറൻഷ്യൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ സെലക്ട് 4-wheel സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഈ റോട്ടറി നോബോട് കൂടിയിട്ടുള്ളത്. അതിൽ വെച്ച് 2-wheel ഡ്രൈവോ 4-wheel ഡ്രൈവോ വേണ്ടുന്നതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഹൈ റേഞ്ച് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് ടെറൈന് വേണമെന്നുള്ള സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് ഓപ്ഷനും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. ഇനി മിറ്റ്സുബിഷിയുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നിങ്ങളെ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടീൻ്റെ സ്റ്റാറ്റസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈക്ക് ലൈറ്റിൻ്റെ ലൈറ്റ് ഓഫ് ആണ്, ഫ്യൂൽ ലെവൽ അറിയാൻ പറ്റും. പിന്നെ വണ്ടി ലോക്ക് അൺലോക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ടെയിൽ ഗേറ്റ് ഓൾറെഡി കിക്ക് മോഷനോട് കൂടി അതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. ഇത്രയൊക്കെയാണ് വണ്ടിയിലെ കുറച്ച് എന്താ പറയുക എല്ലാവിധ ഫീച്ചേഴ്സും. ഇത്രയും പോലെ കളിയാന്നാണ് ചോദിക്കേണ്ടത്. ഇത്രയും ഫീച്ചേഴ്സോട് കൂടി ഒരു വണ്ടി 140,000 ദിർഹത്തിന് താഴെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി വണ്ടി എല്ലാം പറയണമല്ലോ, ഈ വണ്ടീൻ്റെ ചുരുക്കം ചില പോരായ്മകൾ പറയാം. ഒന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചെറിയൊരു ടയർ നോയ്സ് ഉണ്ട്. ബോഡി റോൾ വളരെ കുറവാണ്, എന്നാലും ചെറിയ രീതിയിലൊരു ബോഡി റോൾ ഉണ്ട്. എൻ്റെ ജീപ്പിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡിസ്പ്ലേൻ്റെയൊക്കെ സെൻസിറ്റിവിറ്റി കുറച്ച് കുറവാണ്, അതേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മൈലേജ് സിറ്റിയിൽ ഒരു 8 to 9 കിട്ടുന്നുള്ളൂ, 3 ലിറ്റർ എഞ്ചിനാണെങ്കിലും. പക്ഷേങ്കിൽ ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ട്രിപ്പിൽ ഒരു 11 കിലോമീറ്ററോളം കിട്ടുന്നുണ്ട്. പിന്നെ എഞ്ചിനെ കുറിച്ച് ഞാൻ പറയാൻ പറ്റുമോ, എഞ്ചിൻ 3 ലിറ്ററാണ്, V6 എഞ്ചിനാണ്, മൈവക് ടെക്നോളജിയോട് കൂടി എഞ്ചിനാണ്. എന്ന് പറഞ്ഞാൽ മിത്സുബിഷിയുടെ ഒരു ടെക്നോളജിയാണ്, കുറേ കാലമായിട്ട് ഒരുപാട് വണ്ടികൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു ടെക്നോളജിയുള്ള എഞ്ചിനാണ് ഇതിൻ്റെ അകത്തുള്ളത്. മിത്സുബിഷി ഇന്നോവേറ്റീവ് ഇലക്ട്രോണിക് വാൾവ് ടൈമിംഗ് ആണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് മൈവക് എഴുതിയിട്ടുള്ളത്. ഇനി ഇതൊന്നും കൂടാണ്ട് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് കൂടി പറഞ്ഞുതരാം, ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചത്. ഈ വണ്ടീൻ്റെ ട്രാൻസ്മിഷൻ 8 സ്പീഡ് ട്രാൻസ്മിഷനാണ്, ഓട്ടോമാറ്റിക്കാണ് ഈ വണ്ടി. ഈ വണ്ടിയുടെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ടയുടെ കമ്പനിക്ക് ട്രാൻസ്മിഷൻ കൊടുക്കുന്ന അതേ കമ്പനി ഐസൺ എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെയാണ് ഇതിൻ്റെ ട്രാൻസ്മിഷനും സപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് ജാപ്പനീസ് വണ്ടി എങ്ങനെയാലും ട്രസ്റ്റ് ചെയ്യാം, ജാപ്പനീസ് വണ്ടിയിൽ കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻറ്റും കൂടിയായി. കാരണം ടൊയോട്ട എന്ന് പറഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, അവരെ അതേ ഗിയർ ബോക്സാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതാണ് വേറൊരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ഈ വണ്ടി വാങ്ങിക്കാനുള്ളത്. വണ്ടി ഒരുപാട് തവണ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു ക്വിക്കായിട്ടുള്ളൊരു എൻ്റെ ഒരു ഫീല് കൂടി പറഞ്ഞു തരാം. ഒന്ന് നല്ലൊരു വിഷനാണ് കിട്ടുന്നത് വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു കമാൻഡിങ് പൊസിഷനിൽ തന്നെ ഇരിക്കുന്നത്. റോഡിൽ നല്ലൊരു വ്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെ, റോഡിലേക്കുള്ള നല്ലൊരു വ്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് കൂടുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല നിമ്പിളായിട്ടാണുള്ളത്, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. ഇൻറ്റീരിയർ വലിയ സൗണ്ട് ഇതൊന്നും ഉള്ളിലേക്ക് അറിയുന്നില്ല, എന്നാലും ചെറിയ രീതിയിലൊരു സൗണ്ട് അറിയുന്നുള്ള ഒരു ഇൻറ്റീരിയർ. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 5.6 മീറ്റർ ടേണിംഗ് റേഡിയസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു SUV-ൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. സെൻറ്ററിൽ ഒരു ആംറസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല റിലാക്സ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഒരു കൈ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. വണ്ടി മിത്സുബിഷി നമുക്ക് തരുന്ന സമയത്ത് ഒന്നിനൊരു പിശുക്ക് തരാതെ ഫീച്ചേഴ്സൊക്കെ ലോഡ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. നല്ല കോമ്പറ്റീഷനാണ് ഓട്ടോമൊബൈൽ ഫീൽഡിൽ നിറയെ. ചൈനീസ് വണ്ടി എല്ലാ ഫീച്ചേഴ്സുമായിട്ട് ഇറങ്ങുമ്പോൾ അതിനെ കോമ്പറ്റേറ്റ് ചെയ്യാനും കൂടി ആയിരിക്കണം. മിത്സുബിഷി എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഈവൻ എന്താ പറയുക, ഇൻറ്റീരിയറിൽ ഒരു ലെതർ ഫിനിഷിങ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ആം സപ്പോർട്ടിലൊക്കെ ലെതർ കൊടുക്കുന്നുണ്ട്. അതേപോലെ പിന്നെ റിയർ സ്പോയിലർ കൊടുക്കുന്നുണ്ട്. റൂഫിൽ റെയിൽ കൊടുത്തിട്ടുണ്ട്. ഫിനിഷ് ആയിട്ടും ഒന്നിനൊരു പിശുക്ക് കാണിക്കാതെയാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവർക്കും ഈ വണ്ടി ഒരു 10ൽ 9 സജസ്റ്റ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. ആകെ എനിക്ക് 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നെന്ന് തോന്നിയതെന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ ജീപ്പിനെ അപേക്ഷിച്ച് റിയർ ഓട്ടോ ബ്രേക്ക്, അതായത് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്ന അത് വെച്ചിട്ടില്ല. അതിന് പകരം അവർ വാണിങ്ങും ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ജീപ്പിൽ ക്യാമറ വെക്കാൻ ചോദിച്ചപ്പോൾ 5000 ഡ്രംസാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഓൾറെഡി ആ ക്യാമറയോട് കൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയ ഒരു കാര്യം, മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ച് സീറ്റിലുള്ള വെൻറ്റഡ് സീറ്റ്, കൂളിംഗ് കൊടുക്കുന്ന ഒരു സീറ്റ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയിരുന്നു. പക്ഷേ അത് ഇതിന് കൊടുത്തില്ല. പകരം ഇതിന് ഹീറ്റഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് സാർ വണ്ടിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് പോരായ്മ, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് അതിനുള്ള കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കുന്നത് വണ്ടീനോടുള്ള ഇഷ്ടം കൊണ്ടും എന്താ പറയുക, ഇങ്ങനെയുള്ള നല്ല ന്യൂസൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ എനിക്കിതിലൊരു ബെനിഫിറ്റും ഇല്ല. സോ ഒരു ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് തരിക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.